ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. തസ്മൈ ജഹാരധനദോ ഹൈമം വീരവരാസനം. സ്വർണം കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന സിംഹാസനം ധനതൻ കൊണ്ടുവന്നു കൊടുത്തു, സമർപ്പിച്ചു. അതിലാണ് പൃഥു ഇരിക്കുന്നത്. വരുണ സലിലസ്രാവം ആതപത്രം ശശിപ്രഭം. വരുണൻ, ദേവനായ വരുണൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് വെൺകൊറ്റക്കുട കൊണ്ടുവന്ന് സമർപ്പിച്ചു. രാജകീയ ചിഹ്നമാണ് വെൺകൊറ്റക്കുട. മഹാരാജാവ് ഇരിക്കുന്ന സിംഹാസനത്തിന് മുകളിൽ ആ വെൺകൊറ്റക്കുട പിടിക്കും. രാജാവ് എവിടെ പോയി കഴിഞ്ഞാൽ ആ വെൺകൊറ്റക്കുട പിടിക്കും. വെളുത്ത ആ കുട അദ്ദേഹത്തിന് പൃഥുവിന് ആരാ സമർപ്പിച്ചത്? പൃഥു മഹാവിഷ്ണുവാണ്, അദ്ദേഹത്തിന്റെ അംശാവതാരാണ്. അതുകൊണ്ട് ദേവന്മാരുടെ കൂട്ടത്തിൽ കരുതനായിരിക്കുന്ന വരുണൻ, ഇവരെല്ലാം ദിക്പാലകന്മാരാണ്. ഇന്ദ്രനും അഗ്നിയും വരുണനും കുബേരനും ഒക്കെ ദിക്പാലകന്മാരാണ്, അഷ്ടദിക്പാലകന്മാരാണ്. അവരാണ് അതിന് വേണ്ടുന്ന, അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ പൂജാദ്രവ്യങ്ങളും സന്നാഹങ്ങളും കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത്. വരുണൻ വെൺകൊറ്റക്കുട സമർപ്പിച്ചു. എന്തിനു വേണ്ടി? ലോകത്തെ മുഴുവൻ ആ വെൺകൊറ്റക്കുടയാൽ സംരക്ഷിക്കാൻ. കുട എന്തിനാണ്? വെയിലിൽ നിന്നും മഴയിൽ നിന്നും നമ്മെ സംരക്ഷിക്കാനാണ്. വിപരീതമായ കാലാവസ്ഥയിൽ നമ്മെ സംരക്ഷിക്കാനാണ് കുട. രാജാവ് കുട പിടിക്കുന്നതോ രാജാവിന് സംരക്ഷണം കിട്ടാനല്ല, പിന്നെയോ എല്ലാ ജനങ്ങൾക്കും, മനുഷ്യരെന്നോ മൃഗമെന്നോ പക്ഷിയെന്നോ പുല്ലെന്നോ പുഴുവെന്നോ മണൽത്തരിയെന്നോ മഹാപർവ്വതമെന്നോ നദിയെന്നോ സമുദ്രമെന്നോ ഭേദമില്ലാതെ എല്ലാ ജീവരാശിക്കും ജീവനില്ലാത്ത പദാർത്ഥങ്ങൾക്കും സംരക്ഷണം കിട്ടാനാണ് ഈ വെൺകൊറ്റക്കുട. പൃഥുവിന്റെ വെൺകൊറ്റക്കുട എങ്ങനെയാണ്? രാജാക്കന്മാർ കുട പിടിക്കേണ്ടത് അങ്ങനെയാണ്. തനിക്കല്ല കുട പിടിക്കേണ്ടത്, ലോകത്തിനാണ് കുട പിടിക്കേണ്ടത്. അതെങ്ങനെയുള്ള വെൺകൊറ്റക്കുടയാണ് വരുണൻ കൊണ്ടുവന്ന് സമർപ്പിച്ചത്? അമൃതൊഴുകുന്ന കുട. അമൃത, അതിൽ നിന്ന് പ്രവഹിക്കുന്ന അമൃതം മരണത്തെ അതിലംഘിക്കാനുള്ള ദിവ്യ ഔഷധമാണ് എന്ന് നമുക്കറിയാം. അമൃതമഥനം, പരാഴിമഥനം നമ്മൾ ഇനി വായിക്കും. ആ അമൃതം നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന കുട. രാജാവ് തന്റെ ആ വെൺകൊറ്റക്കുട കീഴിൽ ലോകത്തെ മുഴുവൻ സംരക്ഷിച്ചിട്ട് ലോകത്തിന് അമൃതം നൽകണം. മരണരഹിതമായ അവസ്ഥ. അമൃതം പാനം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണോ ശരീര മനോബുദ്ധികൾക്കെല്ലാം ആഹ്ലാദം, ആനന്ദം, ആരോഗ്യം, സൗഖ്യം ഉണ്ടാവുക, അതേ പ്രകാരത്തിലുള്ള സൗഖ്യം രാജഭരണം, കാരണവരുടെ ഭരണം, ഗൃഹനാഥന്റെ ഭരണം രാജ്യത്തിനും കുടുംബത്തിനും നൽകണം. അതാണ് ഇവിടെ നാം കാണുന്നത്. പൃഥുവിനെ പോലുള്ള രാജാവ് ഭരിച്ചാൽ സമൂഹം മുഴുവൻ വെൺകൊറ്റക്കുടയാൽ സംരക്ഷിതമാകും. അമൃത് അതിലൂടെ ലഭിക്കും. വായുശ്ചബാലവ്യജനെ ധർമ്മകീർത്തിമയീം സ്രജം. വായു ഭഗവാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്, ഈ പൃഥുവിന് ഇങ്ങനെ വെഞ്ചാമരം വീശാൻ. ചൂട് നമ്മെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വിശറി കൊണ്ട് വീശുന്നത്, വെഞ്ചാമരം വീശുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ആരാ വീശുന്നത്? പൃഥുവിന് വായു ഭഗവാനാണ് ഈ വീശുന്നത്. അതെന്തിന്? പൃഥുവിന് വേണ്ടിയിട്ടാണോ? അത് വലിയൊരു ആദർശമാണ്. പൃഥുവിന്റെ സംരക്ഷണയിൽ വായു ഭഗവാന്റെ വെഞ്ചാമരം എല്ലാ ജനങ്ങൾക്കും ലഭിക്കണം. അതിന്റെ സംരക്ഷണം, അതിന്റെ സൗഖ്യം ലഭിക്കണം. ഇന്ന് നമ്മള് എയർ കണ്ടീഷണർ അന്വേഷിച്ച് നടക്കുന്നു. എന്താ? അന്തരീക്ഷത്തിൽ വലിയ താപം,
നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന എന്നെ പോലുള്ള വയസ്സായ ആളുകൾക്കൊക്കെ അറിയാം. നമ്മുടെ എല്ലാ ചെറുപ്പകാലത്ത് വേനൽക്കാലത്ത് പോലും മധ്യാഹ്നത്തിൽ 30 ഡിഗ്രി സെന്റിഗ്രേഡ് അഥവാ സെൽഷ്യസ് ഒരിക്കലും ഉണ്ടാവില്ല ചൂട്. വേനൽക്കാലത്ത് മധ്യാഹ്നത്തിൽ ഉണ്ടാവില്ല. ഇപ്പോഴാണെങ്കിലോ തണുപ്പ് കാലത്ത് പോലും മധ്യാഹ്നത്തില് 37, 38, 39 ഒക്കെ ആകുന്നു കേരളത്തില്. വേനൽക്കാലാകുമ്പോൾ 40, 42 ഒക്കെ ആകുന്നു. നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. എന്താ? അന്തരീക്ഷതാപം, വേനന്റെ ആ ഒരു ജീവിതക്രമം മാനവരാശി സ്വീകരിച്ചതുകൊണ്ട് വന്നു ചേരുന്ന ഈ കേരളത്തിലുള്ളവർ മാത്രമല്ല, ലോകത്തിലെമ്പാടുമുള്ള ആളുകൾ ഈ പ്രകാരത്തിൽ ഭൗതിക സൗഖ്യത്തിന് വേണ്ടിയിട്ട് പ്രകൃതിയെ ധ്വംസിച്ചപ്പോ വന്നു ചേർന്നിരിക്കുന്ന അന്തരീക്ഷതാപനം. ഇവിടെ വേനനെ പോലുള്ള ആളിന്റെ ഭരണമല്ല വേണ്ടത്. പിന്നെയോ പൃഥുവിനെ പോലുള്ള ആൾ ഭരിക്കുമ്പോഴോ വായു സുഖശീതളമായിരിക്കും. അതാണ് പൃഥുവിന് വായു ഭഗവാൻ വെഞ്ചാമരം വീശി എന്ന് പറയുന്നത്. എല്ലാവർക്കും സുഖശീതളമായി വായു ഭഗവാന്റെ തലോടല് പൃഥുവിന്റെ ഭരണത്തിന് കീഴിൽ അനുഭവപ്പെട്ടു എന്ന് മാത്രമല്ല, യമധർമ്മൻ എന്ത് ചെയ്തു? കീർത്തിമയമായിരിക്കുന്ന പൂമാല അണിയിച്ചു അദ്ദേഹത്തിന്. കീർത്തി കൊണ്ട് നിറഞ്ഞതായ പൂമാല, സൽകീർത്തി. അതെങ്ങനെയാ ഉണ്ടാവുക? സൽക്കർമ്മങ്ങൾ കൊണ്ടാ ഉണ്ടാവുക. അതുകൊണ്ടുള്ളതായ പൂമാല ധർമ്മത്തിന്റെ സംരക്ഷകനായിരിക്കുന്ന യമധർമ്മൻ ഈ പൃഥു മഹാരാജാവിന് അണിയിച്ചു. എല്ലാ ജനങ്ങൾക്കും അതേ പ്രകാരത്തിൽ യമധർമ്മന്റെ അനുഗ്രഹത്താൽ കീർത്തിയുടെ പുഷ്പഹാരം ലഭ്യമായി. അങ്ങനെ ആ കീർത്തിയുടെ അനുഗ്രഹം ലഭിക്കത്തക്ക രീതിയിൽ ആയിരുന്നു പൃഥുവിന്റെ ഭരണം എന്ന് തുടർന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. ഇന്ദ്രനോ ഇന്ദ്രകിരീടമുത്സൃഷ്ടം, ഇന്ദ്രകിരീടമുത്കൃഷ്ടം. ഇന്ദ്രൻ ഉത്കൃഷ്ടമായിരിക്കുന്ന കിരീടം പൃഥുവിന് ധരിപ്പിച്ചു. എല്ലാ മനുഷ്യർക്കും ഇന്ദ്രകിരീടം ലഭ്യമാക്കി തീർക്കുന്ന ഭരണമായിരുന്നു പൃഥുവിന്റേത്. വേനന്റെ ഭരണ സമ്പ്രദായത്തിന് നേരെ വിപരീതം. അതേപോലെ തന്നെ ദണ്ഡം സംയമനം യമൻ യമദണ്ഡം കൊടുത്തു. ആർക്കാ? ഈ പൃഥുവിന്. ആ യമദണ്ഡം കൊണ്ട് ആരെ പ്രഹരിച്ചു കഴിഞ്ഞാലും അതാര് തന്നെ ആയിക്കൊള്ളട്ടെ, അയാള് കൊല്ലപ്പെട്ടു പോകും. അതാണ് ആ യമദണ്ഡത്തിന് ബ്രഹ്മാവ് കൊടുത്തിരിക്കുന്നതായ അനുഗ്രഹം. ഈ യമദണ്ഡം തന്നെ പൃഥുവിന് കൊടുത്തു. എന്തിന്? ദുഷ്ടശക്തികളെ സംഹരിക്കാൻ വേണ്ടി. ദുഷ്ടന്മാര് ഈ ലോകത്തിൽ പെരുകിയിട്ട് അവര് സജ്ജനങ്ങളെയും പ്രകൃതിയെയും ഒക്കെ തകർക്കുമ്പോ അവരെ സംഹരിച്ചിട്ട് ലോകത്തെ രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് അജയ്യമായ ശക്തി ഭരണാധിപനുണ്ടാകണം. അതിനു വേണ്ടിയിട്ട് യമധർമ്മൻ എന്ത് ചെയ്തു? യമദണ്ഡം തന്നെ കൊടുത്തു. അങ്ങനെ കരുത്തുറ്റ ഭരണാധിപൻ, കരുണാമൂർത്തിയായ ഭരണാധിപൻ, എല്ലാവരുടെയും ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സകല സുഖങ്ങളും സ്വന്തം സുഖങ്ങളെല്ലാം പരിത്യജിക്കുന്ന ഭരണാധിപൻ, എല്ലാവരുടെയും ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സകലരുടെയും ദുഃഖം സ്വീകരിക്കുന്ന ഭരണാധിപൻ. ഇങ്ങനെയുള്ള ഭരണാധിപനായിരുന്നു പൃഥു. അങ്ങനെയുള്ള ആ കഥകൾ വളരെ വിസ്തൃതമാണ് ഈ പൃഥുചരിതം. അതുകൊണ്ട് അത് മുഴുവൻ പറയാനായിട്ട് സാധ്യമല്ലെങ്കിലും അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഈ അവസരത്തില് കേൾപ്പിക്കാൻ. പട്ടാഭിഷേകം, പൃഥുവിന്റെ പട്ടാഭിഷേകം വളരെ ഗംഭീരമായിട്ട് നടന്നു. ലോകം മുഴുവൻ അതിൽ പങ്കെടുത്തു. ശ്രീരാമ പട്ടാഭിഷേകം നമുക്ക് എല്ലാവർക്കും അറിയാം. രാമായണം നമ്മൾ വായിക്കുന്നവരാണ്, പട്ടാഭിഷേകം നടത്തിക്കുന്നവരാണ്. ആ പട്ടാഭിഷേക ചിത്രത്തിലേക്ക് തന്നെ നോക്കണം. ബ്രഹ്മാവും രുദ്രനും എല്ലാ ദേവന്മാരും അതേപോലെ തന്നെ സകല മനുഷ്യരും ജീവരാശിയും വൃക്ഷങ്ങളും വള്ളികളും നദികളും സകലതും അവിടെ ഒരുമിക്കുന്നു. രാമന്റെ പട്ടാഭിഷേകത്തിന് വേണ്ടിയിട്ട് വിഭീഷണന്റെ നേതൃത്വത്തിൽ രാക്ഷസന്മാരെല്ലാം വന്നു. സുഗ്രീവന്റെ നേതൃത്വത്തിൽ വാനരന്മാരെല്ലാവരും വന്നു. വാനരന്മാരും വാനരന്മാരുടെ കുടുംബങ്ങളും എല്ലാവരും വന്നു. എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ് രാമപട്ടാഭിഷേകം. ഈ ലോകത്തിലുള്ള സമസ്ത ചരാചരങ്ങളും
ആ പട്ടാഭിഷേകത്തിൽ പങ്കുകൊണ്ടു. അതാണ് ചിത്രകാരന്മാര് നമുക്ക് രാമപട്ടാഭിഷേകത്തിന്റെ ചിത്രമായിട്ട് നമുക്ക് പകർന്നു തന്നിരിക്കുന്നത്. എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിൽ അത് മുഴുവൻ വളരെ ഭംഗിയായിട്ട് നമുക്ക് കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ ഒരു പട്ടാഭിഷേകം നമ്മൾ ഇതിനകത്ത് ഇനിയും കാണും. അനേകം പട്ടാഭിഷേകങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന് ഈ പൃഥുവിന്റെ പട്ടാഭിഷേകം തന്നെ. ഇനി നമ്മൾ ഗോവിന്ദ പട്ടാഭിഷേകം കാണും. ദശമസ്കന്ധത്തിൽ എല്ലാവർക്കും അതറിയാതെ ആ ഗോവിന്ദ പട്ടാഭിഷേകം ഭഗവാൻ ഗോവിന്ദനാണ് എന്നറിഞ്ഞിട്ട്, പശുക്കളെ രക്ഷിക്കുന്നവനാണ് എന്നറിഞ്ഞിട്ട് ഇന്ദ്രനും കാമധേനുവും എല്ലാ ജീവരാശിയും ചേർന്ന് ഭഗവാന് പട്ടാഭിഷേകം നടത്തുന്നത് ഗോവർദ്ധനോദ്ധാരണം കടന്നാൽ ഉടൻ നമ്മൾ കാണും. ഗോവിന്ദൻ ഗോക്കളെ രക്ഷിക്കുന്നവൻ. ഗോശബ്ദത്തിന് അനേകമുണ്ടേ അർത്ഥം. ഈ പ്രപഞ്ചം മുഴുവൻ ഗോശബ്ദത്തിന്റെ അർത്ഥമാണ്. സമസ്ത മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും സൂര്യചന്ദ്ര നക്ഷത്രാദികളും എല്ലാം ആ ഗോശബ്ദത്തിന്റെ അർത്ഥമാണ്. ജ്ഞാനം, ബ്രഹ്മജ്ഞാനം, അത് ഗോശബ്ദത്തിന്റെ അർത്ഥമാണ്. അതിനെ മുഴുവൻ രക്ഷിക്കുന്നവൻ, അതാണ് ഗോവിന്ദൻ. അങ്ങനെ ഗോവിന്ദനാണ് ഭഗവാൻ വാസുദേവ കൃഷ്ണൻ. അന്ന് അദ്ദേഹം ബാലനാണ് രൂപത്തില്. ആ അദ്ദേഹം ഗോവിന്ദനാണ് എന്നറിഞ്ഞിട്ട് ഇന്ദ്രനും കാമധേനും എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന് പട്ടാഭിഷേകം നടത്തുന്നത് നമ്മൾ കാണും. ഇതാ ഒരു പട്ടാഭിഷേകം. അതേപോലെ അതിവിപുലമായ പൃഥുവിന്റെ പട്ടാഭിഷേകം നമ്മൾ കാണും. ഉടൻ തന്നെ സൂതന്മാരും മാഗധന്മാരും എല്ലാം അദ്ദേഹത്തിന്റെ കീർത്തികളെ സ്തുതിക്കുന്നു. ആ കീർത്തികളെല്ലാം നമ്മൾ ഇവിടെ വായിച്ച് കേട്ടുകൊള്ളുക. അതെല്ലാം പറയാനായിട്ട് നമുക്ക് ഇപ്പോ അവസരമില്ല. ഈ അവസരത്തില് അവര് പാടി അയം തു സാക്ഷാൽ ഭഗവാൻ സ്ത്രധീശു കൂടസ്ഥയാത്മാ കലയാവതീർണ. അയം തു ഇവനാകട്ടെ, ഈ മഹാരാജാവാകട്ടെ, ഈ പൃഥുവാകട്ടെ ആരാണ്? സാക്ഷാൽ ഭഗവാൻ, സാക്ഷാത് ഭഗവാൻ തന്നെയാണ്. അയം തു സാക്ഷാത് ഭഗവാൻ ത്രധീശോ, അതേ സാക്ഷാൽ ഭഗവാനാണ്. നിർഗുണ നിരാകാര ബ്രഹ്മം. ഈ പ്രപഞ്ചം മുഴുവൻ ആരിലാരോ ഉണ്ടാകുന്നത് അദ്ദേഹമാണ്. നിർഗുണ നിരാകാര ബ്രഹ്മം. ബ്രഹ്മസൂത്രത്തിന്റെ തുടക്കത്തിലെ തന്നെ രണ്ടാമത്തെ സൂത്രമായിട്ട് വ്യാസഭഗവാൻ ബ്രഹ്മലക്ഷണം പറയും. ജന്മാദ്യസ്യയതഃ എന്ന്. ഈ കാണായതായ ജഗത്തിന്റെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അതിന്റെ ഒരു അംശയെ നമ്മൾ കാണുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ കണ്ണിൽപ്പെടാതെ ഇങ്ങനെ വ്യാപിച്ച് അനാദി അനന്തമായി കിടക്കുന്ന ഈ ബ്രഹ്മാണ്ടങ്ങളുടെ മുഴുവൻ ജന്മം മുതലായവ ഏതിൽ നിന്നാണോ ഉണ്ടാകുന്നത് അതാണ് ബ്രഹ്മം. ഇവയെല്ലാം ഏതിലാണോ നിലനിൽക്കുന്നത് അതാണ് ബ്രഹ്മം. അതാണ് ജന്മാദി അസ്യയതഃ. ഈ കാണായ ലോകത്തിന്റെ ജന്മം മുതലായവ ഏതിലാണോ സംഭവിക്കുന്നത് ഇതെല്ലാം എവിടെ ഉണ്ടാകുന്നു, ഇതെല്ലാം എവിടെ നിലനിൽക്കുന്നു, ഇതെല്ലാം എവിടെ പ്രവർത്തിക്കുന്നു, ഇതെല്ലാം എവിടെ പോയി ലയിക്കുന്നു, അതാണ് ബ്രഹ്മം എന്നറിഞ്ഞുകൊള്ളൂ. ആ ബ്രഹ്മമാണ് ഈ ഭഗവാൻ. അതാണ് അയം തു സാക്ഷാൽ ഭഗവാൻ. ഈ നിൽക്കുന്ന പൃഥ്വി ചക്രവർത്തി ഉണ്ടല്ലോ, ഇദ്ദേഹം മനുഷ്യരൂപത്തോടു കൂടിയ ആളാണെങ്കിലും മനുഷ്യനല്ല, സാക്ഷാൽ ഭഗവാനാണ്. എങ്ങനെയുള്ളയാള്? ത്രധീശഃ, 3 ഗുണങ്ങളുടെയും ഈശ്വരനാണ് ഇദ്ദേഹം. ഏതൊക്കെയാ 3 ഗുണങ്ങള്? ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയും. സമയക്കുറവ് കൊണ്ട് അത് വർണ്ണിക്കാൻ നിൽക്കുന്നില്ല. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങളും ചേർന്നതാണ് മായ അഥവാ മൂലപ്രകൃതി. ഈ മൂലപ്രകൃതി ഭഗവാന്റെ ഉള്ളിൽ ഭഗവാനിൽ നിന്നിട്ട് വേറെ അല്ലാതെ ഇരിക്കുന്നതാണ്. ഭഗവാന്റെ തന്നെ ശക്തിയാണ്. ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് ഭഗവാൻ മാത്രമേ ഉള്ളൂ. നിർഗുണ നിരാകാര ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ഈ 3 ഗുണങ്ങളുണ്ടല്ലോ, ആ 3 ഗുണങ്ങളുടെയും സാമ്യാവസ്ഥയ്ക്കാണ്, അത് തുല്യമായി ഇരിക്കുന്ന അവസ്ഥയ്ക്കാണ് മൂലപ്രകൃതി എന്ന് പറയുന്നത്, മായ എന്ന് പറയുന്നത്. അത് ഭഗവാനിൽ ലയിച്ചിരിക്കുകയാണ്. അപ്പൊ ഭഗവാൻ ലോക സൃഷ്ടിക്ക് വേണ്ടിയിട്ട് സങ്കല്പിക്കുന്നു. സാകാമയത ബഹുസ്യാം എന്ന് ഉപനിഷത്ത് നമ്മോട് പറയും. അവൻ സങ്കല്പിച്ചു ഞാൻ പരതായി തീരട്ടെ എന്ന്. അങ്ങനെ ഉള്ള ഭഗവാന്റെ സങ്കല്പം, ആ സങ്കല്പമാണ് ഈ പ്രകൃതി സ്പന്ദനം. അപ്പോൾ പ്രകൃതി സ്പന്ദിച്ചുയരുന്നു. ഭഗവാനിൽ നിന്ന് അഭിന്നയായിരിക്കുന്ന ഈ പ്രകൃതി ഭഗവാനിൽ സ്പന്ദിച്ചുയരുന്നു. സത്വം, രജസ്, തമസ് എന്നുള്ള 3 ഗുണങ്ങളായി സ്പന്ദിച്ചുയരുന്നു. അതിൽ നിന്നിട്ടാണ് ഈ ലോകമെല്ലാം ഉണ്ടാവണേ. മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും ജീവനുള്ള പദാർത്ഥങ്ങളും ജീവനില്ലാത്ത പദാർത്ഥങ്ങളും മണൽത്തരയും മഹാപർവ്വതവും പാറക്കെട്ടുകളും
അതേപോലെ തന്നെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ഭഗവാന്റെ ആ മൂലപ്രകൃതിയിൽ നിന്നിട്ടാണ് ഉണ്ടാകുന്നത്. അതിന്റെ എല്ലാം വർണ്ണനകൾ ഈ കഥയ്ക്കകത്ത് തന്നെ കിടപ്പുണ്ട്. അങ്ങനെ ഈ 3 ഗുണങ്ങളുടെയും അധീശൻ അദ്ദേഹമാണ്. അദ്ദേഹം സങ്കല്പിച്ചാൽ ഈ 3 ഗുണങ്ങൾ പ്രവർത്തിച്ചിട്ട് ഈ ലോകത്തെ സൃഷ്ടിക്കും, ലോകത്തെ പ്രവർത്തിപ്പിക്കും. അദ്ദേഹം ഈ ലോകം ലയിക്കട്ടെ എന്ന് സങ്കല്പിക്കുമ്പോ ഇതെല്ലാം വന്ന് ഈ ലോകങ്ങളെല്ലാം വന്ന് ഈ പ്രകൃതിയിൽ ലയിക്കും, പ്രകൃതി പരമാത്മാവിലും ലയിക്കും. പിന്നെ അദ്ദേഹം മാത്രമേ ഉള്ളൂ. അതാണ് ലോകം ഉണ്ടാകുന്നതിന് മുമ്പും ഈ പരമാത്മാവ് മാത്രമേ ഉള്ളൂ, വാസുദേവ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. ലോകം ഉണ്ടായിരിക്കുമ്പോഴും ലോകത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഈ വാസുദേവ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. വാസുദേവ കൃഷ്ണൻ സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സമസ്ത പദാർത്ഥങ്ങൾക്കുള്ളിലും പുറമേയും ആ വാസുദേവ കൃഷ്ണൻ നിർഗുണ നിരാകാര ബ്രഹ്മം നിറഞ്ഞു നിൽക്കുന്നു. ഈ ലോകം ലയിച്ചടങ്ങുമ്പോഴും ആ വാസുദേവ കൃഷ്ണൻ മാത്രം നിലനിൽക്കുന്നു.